ഇന്നത്തെ വീഡിയോ നമുക്ക് ഓട് ബിരിയാണി നമുക്കുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. കാരണം ഓട് ഇടൽ മുതൽ പെയിൻ്റ് അടി വരെയുള്ള വീഡിയോ നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആ ഉള്ള ഓട് പെയിൻ്റ് അടിച്ച ഓട് ആദ്യം നമ്മൾ മേലെ കയറ്റി നമ്മളതിൻ്റെ ബംഗാളികളുണ്ടായിരുന്നു ഓടെ കൊണ്ട് കയറ്റി അടിച്ച് ആ വിരിക്കാൻ ഭാഗത്തിൽ നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ വിരി തുടങ്ങി. അപ്പോൾ ഇതിലെന്താ വേറെ വിഷയം എന്താ വെച്ചാൽ പല ഓടുകളാണ് വരുന്നത്. അതായത് ഒറ്റപ്പാത്തി തന്നെ ഒരുവിധം മാറ്റങ്ങളുള്ള ഓടുകളുണ്ട്, ചെറുതും വലുതായിട്ട് ഓടുകളുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാണ്ടത് ആദ്യം തിരഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് വിരിക്കുന്നത്. തിരഞ്ഞിട്ട് നമ്മളവിടെ കൊടുന്ന് വെക്കും, ഹിന്ദിക്കാർ രണ്ടാളും കൊടുന്ന് വെക്കും, ഞാനത് വിരിക്കും. അതാണ് നമ്മളെ പരിപാടി. അപ്പോൾ അങ്ങനെ അതാ ഏകദേശം ഒരു സൈഡ് ഇങ്ങനെ വിരിക്കുകയാണ്. അപ്പോൾ അവർ തിരഞ്ഞെടുക്കുമ്പോൾ ഞാനത് ഒറ്റയ്ക്ക് എടുത്ത് വിരിക്കലാണ്, അല്ലാതെ കഴിയില്ല. കാരണം ഒറ്റയും കൂടി ജോയിൻ്റ് ആകാൻ പറ്റില്ല. ഒറ്റയിൽ തന്നെ ഒരുപാട് വ്യത്യാസമുള്ള ഓടുകളുണ്ട് ഒറ്റയിലും. അങ്ങനെ 2-3 ഐറ്റം ഓടുമായിട്ടാണ് ഈ പണിയെടുക്കേണ്ടത്. അപ്പോൾ മേലെ ആയതുകൊണ്ട് വലിയ വിഷയമില്ല, നമ്മൾ ഓരോ വരി ഫുള്ളാക്കി ഇട്ട് കൊടുത്താൽ മതി, ഓരോ ലൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് വലിയ ക്ഷീണം വരില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം അതാ ഓരോന്ന് തിരഞ്ഞ് മേലക്ക് വെപ്പിച്ചാണ് ഹിന്ദിക്കാരെ കൊണ്ട്. അവർ നല്ല സെറ്റപ്പായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഏകദേശം തിരഞ്ഞ് ഇനിയിപ്പോൾ മേലിനെ ഓടെടുത്ത് തരാൻ പറ്റുള്ളൂ, അടിയിൽ നിന്ന് ഓടെടുത്ത് തരാൻ പറ്റില്ല, ആ കോലത്തിലായിട്ടുണ്ട്. അപ്പോൾ അതാ ഹിന്ദിക്കാരന് ഇളവ് എടുത്ത് തരാണ്. അങ്ങനെ നമ്മൾ ഏകദേശം അന്ന് കറണ്ടില്ല, അപ്പോൾ മൂല വെട്ടി വെക്കാനുള്ള സെറ്റപ്പ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്ത് ഫുൾ അങ്ങോട്ട് വിരിച്ച് ആ 2 സൈഡും നമ്മൾ വിരിച്ച് ആ കൂര മൊത്തമായിട്ട് വിരിച്ച്. എന്നാൽ പിന്നെ ഇനി കറണ്ട് വന്നിട്ട് നമുക്ക് മൂല വെക്കാൻ കട്ട് ചെയ്യാന്നുള്ള സെറ്റപ്പിൽ നമ്മൾ എന്ത് ചെയ്ത് വിരി ഫുള്ളാക്കി. അപ്പോൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വിരിക്കണതുകൊണ്ട് അത് തിരഞ്ഞങ്ങനെ എടുക്കുക. അപ്പോൾ ഏകദേശം മേലത്തെ വിരിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ കറണ്ട് എന്നിട്ട് വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ ചോട നമുക്ക് വിരിക്കാണ്ട്. അപ്പോൾ അതാ കറണ്ട് വന്ന്. അപ്പോൾ നമ്മൾ ഏകദേശം കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ടറിൻ്റെ സൈഡിൽ ചെറിയ താന്നു വരുന്നുണ്ട്. അപ്പോൾ ശരിയാക്കി ഇനിയിപ്പോൾ അതാ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല പൊടിയാണ്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഇതാ നമ്മൾ മൂലൻ്റെ മുക്ക് കട്ട് ചെയ്തതാണ്, മേലിൽ നിന്ന് കട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കുയ്യടി ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല, മുഴുവൻ വെക്കാനും വലിയ സീനുകളൊന്നുമില്ല. അതുകൊണ്ട് അവിടെ ഇരുന്ന് തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള ഈ മൂല ഫുള്ള് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിട്ട് വേണം അടുത്ത പണിയെടുക്കാൻ. ഇപ്പോൾ ഏകദേശം ടൈമായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ വെയിൽ ലേശം ഒന്നും കുറവുണ്ട്, മറ്റേതിപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ അതാ ഈ മൂല ഞങ്ങൾ റെഡിയാക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 ബോർഡും കൂടി കട്ട് ചെയ്താൽ കഴിഞ്ഞ്. അങ്ങനെ ഇപ്പോൾ ആ ഭാഗം നമ്മൾ മുക്ക് കൂട്ടിയിട്ടിട്ട് മൂലോട് വെച്ചിട്ടില്ല, മുക്ക് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ താഴെ ഭാഗത്ത് ഇറങ്ങിയിട്ട് മൂല വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാ ഇനി ഈ ടാങ്കിൻ്റെ സൈഡും ഇതെല്ലാം നമുക്ക് വെക്കാനുള്ളത്. അപ്പോൾ ഇവിടെ വിരിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓട് തേഞ്ഞിട്ടില്ലെന്ന്, പിറ്റേ ദിവസം വന്ന ഓടാണിത്. അപ്പോൾ ഈ ഓട് ഇതാ നമ്മളപ്പോഴുള്ള പണിക്കാരാണ് കയറ്റുന്നത്. ആദ്യം കോണിമൂടെ കയറ്റിയിട്ട് വാർപ്പിൻ്റെ മേലെത്തിയിട്ട് അവിടുന്ന് പിന്നെ വേറൊരു കോണി വെച്ചിട്ടാണ് മേലേക്ക് കയറേണ്ടത്. ആ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് കയറേണ്ടത്. അത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. എന്നാൽ ഞങ്ങൾ ഇതിപ്പോൾ ഓട് തിരഞ്ഞെടുക്കുകയാണ്. സംഭവം എന്താ വെച്ചാൽ അതിലും വ്യത്യസ്തമുള്ള ഓടുകളുണ്ട്. അതായത് രാജാവിൻ്റെ തല, കൊട, പിന്നെ രാജാവ്, അങ്ങനെ ഒരുപാട് ഐറ്റം ഓടുകളുണ്ട്. അപ്പോൾ അതൊക്കെ തിരഞ്ഞ് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഈ പണി തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വിരിക്കുമ്പോൾ ഒരു ലൈന ഒരേ ഇതാണെങ്കിൽ പ്രശ്നമില്ല, ഗാഡി തട്ടിയിട്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ കോലത്തിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ അതൊക്കെ ആ സൈഡൊക്കെ വിരിച്ച് ഇനിയിപ്പോൾ മൂല വെക്കുകയാണ്. മൂലയിലും പ്രശ്നങ്ങളുണ്ട്. പഴയ മൂല വീടിൻ്റെ മൂല ഇറക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അതിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതാ ലാസ്റ്റത്തെ പീസാണ് ഇനിയിപ്പോൾ വെക്കാനുള്ളത്. അപ്പം മാസ്കൊക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്, കാരണം നല്ല പൊടിയാണ്. പെയിൻ്റ് അടിച്ച ഓട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി പെയിൻ്റ് അടിക്കാത്ത ഓട് നമുക്ക് ഇത് കയറി വരുന്നുണ്ട്. കാരണം പിന്നീട് പണി ഓട് തികയാതെ വന്നപ്പോൾ എന്ത് ചെയ്ത് ഇനിയിപ്പോൾ അയിമ വെച്ചിട്ട് അടിക്കാന്നുള്ള ഇതിലായി, പണി പെട്ടെന്ന് തീർക്കാന്നുള്ള ഇതിലാണ്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ മൂലത്തെ ലാസ്റ്റ് പീസ് മൂലിട്ട് വെക്കാണ്ട്. അപ്പോൾ ഇടുന്ന ഭാഗങ്ങൾ നമ്മൾ മൂല വെച്ച് ഫിനിഷ് ചെയ്ത് കയറുകയാണ്. കാരണം ഈ ഓട് പല ഓടായതുകൊണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. വെക്കണ സ്ഥലങ്ങൾ നമ്മൾ മൂല ക്ലിയർ ചെയ്ത് പോരും. കാരണം പിന്നീട് അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഓട് തന്നെ കിട്ടില്ല, അങ്ങനത്തെ ഒരു വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡിലും മൂല വെട്ടി ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതാ കറക്റ്റൊന്നുമല്ല, നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്താണ് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ മൂല വെക്കാനുള്ളത്. ഇതിപ്പോൾ വെട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം പകുതിയിലേറെ അടിയിൽ വിരിയും കഴിഞ്ഞ്
അപ്പോൾ ടാങ്കിൻ്റെ ഭാഗത്ത് കുറച്ച് ഓടുകൾ വെക്കണം, കുറച്ച് അഡ്ജസ്റ്റാണ്. കാരണം അടിയിൽ ടാങ്ക് ഉണ്ട്, ഈ ടാങ്കിൻ്റെ അടിയിൽ നമുക്ക് വെക്കണത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. അതിൻ്റെ അടിയിൽ കടന്നൽ കൂടും. ഈ കടന്നൽ ഇളകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ആ കോലത്തിലാണ് ഇപ്പോൾ കടന്നൽ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇളകാതെ മെല്ലെ 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 അതിൻ്റെ ഉള്ളിലെ ഓടൊക്കെ വിരിക്കുകയാണ്. കാരണം ഈ സാധനം നമ്മൾ ഇളകി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമുക്ക് പണി തരും. അപ്പോൾ മെല്ലെ മെല്ലെ ആ സൈഡിലെ ഓടുകളൊക്കെ വെച്ച് വിരിച്ച് പോകണം. നമ്മൾ അവർക്കൊരു ശല്യമാകാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ മെല്ലെ അവിടെ അനക്കാതെ, ആ കൂടിൻ്റെ അടുത്തുനിന്ന് അനക്കാതെ വല്ല നമ്മൾ ഓട് വെച്ചിട്ട് ഈ മൂലയും വെട്ടി കയറ്റിയാണ്. അത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ മൂല വെക്കാനുള്ളതാണ് അടുത്തത്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഇനിയിപ്പോൾ ഈ ഏകദേശം ടാങ്കിൻ്റെ അടിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ അറ്റിങ്ങളെന്തെങ്കിലും കാട്ടിയാലേ നമ്മളെ ഉപദ്രവിക്കുള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഈ പൊടി വരുമ്പോൾ ഇപ്പോൾ ചെറിയ പേടിയുണ്ട് നമ്മളെ ഒന്ന് കുത്തുമെന്ന്. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ കറക്റ്റ് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോയപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. ഏകദേശം ഇതാ ഇവിടുത്തെ മൂല വെട്ടി കയറ്റി ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതാ കോർണറിലെ ഓടൊക്കെ കട്ട് ചെയ്ത് ഏകദേശം ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. ഈ പൊടി വരുമ്പോൾ ഈ കടന്നൽ ഇളകുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ മുറിഞ്ഞ് വെക്കാനുള്ള സെറ്റപ്പിലാണ്. ഇപ്പോൾ അടുത്ത് നമുക്ക് ചെയ്യാനുള്ള ഇത് മേലേക്ക് കയറ്റാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പിലാണ്. ഇനിയിപ്പോൾ ഈ ഓട് കട്ട് അങ്ങനെ അത് വിരിച്ച് കഴിഞ്ഞ് പിന്നെ ഈ മേലെ മൂലോട് വെക്കലാണ്. ഇപ്പോൾ ഏകദേശം ആകിയിട്ടുണ്ട്. അങ്ങനെ മേലെ നമ്മൾ മൂലോട് വെക്കുന്നത് നൂല് കെട്ടിയിട്ടാണ്. അടിയിലൊരു മൂലോട് വെച്ചിട്ട് മേലെ ഒരു മൂലോടും വെച്ചിട്ട് അതിന് നൂല് കെട്ടും. എന്നിട്ട് ആ നൂലിനെ കമായിട്ടാണ് നമ്മൾ വെച്ച് പോകുന്നത്. ഇതിൽ വേറെ പ്രശ്നങ്ങളുണ്ട്. പല മൂലോടാണ് വരുന്നത്. അത് മാറ്റി വെച്ച് നോക്കണം. കൊടുങ്ങണ മൂലോടെ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഏകദേശം നൂല് കെട്ടിയിട്ട് നമ്മൾ ആ സൈഡ് കഴിഞ്ഞ് ഇനി അടുത്ത സൈഡ് അടിയിൽ വെക്കുകയാണ്. വെക്കുമ്പോൾ ചെറിയ അഡ്ജസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ പല മൂലോടായതുകൊണ്ട് പ്രശ്നം. പിന്നെ പെയിൻ്റ് അടിച്ചതും പെയിൻ്റ് അടിക്കാത്തതൊക്കെ ആയിട്ടുള്ള മൂലോടുകളുമുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ മൂലോടുകളാണ്ട് വെച്ച്. പിന്നെ നോക്കണ്ട, ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഞാൻ ടച്ച് ചെയ്യേണ്ടി വരും. ഈ സിമെൻറ്റ് ഇടുന്ന ഭാഗങ്ങളും ഇതൊക്കെ ടച്ച് ചെയ്യണം. അപ്പോൾ പിന്നെ ഇനി പെയിൻ്റ് അടിക്കണം, ഞാൻ അടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ കയ്യ മൂലോടൊക്കെ കൊടുന്ന് ഇതിമേ കയറ്റി. അങ്ങനെ നൂല് വെച്ചൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് പിന്നെ അങ്ങനെ മൂല പോയിൻ്റ് ചെയ്യൽ തുടങ്ങി. ഇപ്പോൾ നമ്മൾ മൂന്നായം കൂട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല, എടുക്കാൻ കഴിഞ്ഞു. കാരണം നല്ല വെയിലാണ്. മൂന്നായം കൂട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് സെറ്റായി നിൽക്കണം. അപ്പോൾ അതിനുള്ള ടൈമൊന്നും കിട്ടാത്തതുകൊണ്ട് എന്തായത് നമ്മൾ മൂന്നായം കൂട്ടൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ മൂലോട് പോയിൻ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ നിസാറ് അങ്ങേ സൈഡിൽ മൂല പോയിൻ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് കഴിയണം 2 സൈഡും ഒപ്പം പോയിൻ്റ് ചെയ്താണ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയില്ല, മേലായി മൂന്നായം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. പോയിൻ്റ് ചെയ്ത് താഴത്തേക്കാണ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സെറ്റ് മൂന്നായം കൂട്ടുമ്പോൾ കുറച്ച് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇളകാതൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ അത് അടിക്കടിക്ക് ഇറങ്ങി വരികയാണ്. ഇനി ആ സൈഡും ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ഓട് തികയാതായപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പെയിൻ്റ് അടിക്കാത്ത പിന്നെ ഓടുകൾ കയറ്റി. ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, പെയിൻ്റ് അടിക്കാത്ത ഓടുകൾ തന്നെ കയറ്റി. പിന്നെ കുറച്ച് ഓടുകൾ നമുക്ക് കൈകാണ്ടെന്ന്, അപ്പം ഞാൻ കൈകണ്ട അതിമ വെച്ച് കൈക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ആ മുക്കൊക്കെ കൂട്ടി കൊടുത്ത്. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, ടൈം ഓവറാകണേ. വീട്ടുകാരനാണെങ്കിൽ പെട്ടെന്ന് കഴിയണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല പ്രശ്നമൊന്നുമില്ല, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു അല്ല. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരനെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരൻ്റെ അടുത്താണ് നമ്മൾ മൊബൈൽ കൊടുത്തത്. അപ്പോൾ ഓന് അതിനുള്ള വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ മുക്കൊക്കെ കൂട്ടിയൊക്കെ മൂലൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മൾ സൈഡിൽ പോയിൻറ്റിങ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം ഈ സൈഡ് എല്ലായിടത്തും മൂലോടൊക്കെ ഉള്ള പോയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുഴപ്പമാണ്. ഇനി നമുക്ക് എന്താ ചെയ്യൽ, കുറച്ച് സിമെൻറ്റ് പണി. അപ്പോൾ ഇനി മേലത്തെ മൂലോട് പോയിൻ്റ് ചെയ്യാണ്ട് അത് പോയിൻ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയിൻ്റ് ചെയ്യലിൻ്റെ പരിപാടിയിലാണ്. അങ്ങനെ ആ പോയിൻറ്റിങ് നടന്നു കൊടുക്കുകയാണ്. ഇനി മേലത്തെ തള്ളപരമത്തെ സൈഡ് പോയിൻ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. മൂലോട് മാത്രമല്ല, നമ്മളെ പാത്തിൻ്റെ സൈഡിലുള്ള പോയിൻറ്റിങ് ഒക്കെ ഉണ്ട്. ഒക്കെ നടക്കണം ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഏകദേശം നമ്മളെ പോയിൻ്റ് ചെയ്തിങ്ങനെ വരികയാണ്.
ഈ വക ഏകദേശം പോയിൻ്റ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇതാ മൂലോട് അതിൻ്റെ മേൽക്കൂര ഏക്കൂരൻ്റെ ഭാഗം നമ്മൾ പോയിൻ്റ് ചെയ്യണം. അപ്പോൾ ഇതാ പോയിൻ്റ് ചെയ്ത് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ വീണ സിമെൻറ്റുകളൊക്കെ നമ്മൾ ചൂലായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചാക്കിലാണ് സിമെൻറ്റ് എടുക്കേണ്ടത്. കാരണം എന്താ ചട്ടിയൊന്നും നിൽക്കില്ല. പിന്നെ അല്ലെങ്കിൽ കൊട്ട വേണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ നമ്മളെ പെയിൻ്റ് അടിക്കാത്ത ഓടുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ കൂട്ടത്തിൽ വെച്ച് മൂളോടും അത് നമ്മൾ പെയിൻ്റ് അടിക്കും. ഒന്നായിട്ട് ഒറ്റ ഫുള്ള് പെയിൻറ്റിങ്ങാണ്. ഇനി വെച്ചിട്ടുള്ള പെയിൻറ്റിങ്ങാണ്. ഇനി വേറെ പെയിൻറ്റിങ് വന്നത്. അപ്പോൾ വെച്ച് കാണുള്ള പെയിൻറ്റിങ്ങാണ്. അപ്പോൾ ഈ പെയിൻറ്റിങ് അടിക്കുന്ന ദിവസം ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ തന്നെ പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ തീരെ പെയിൻ്റ് അടിച്ചിട്ടില്ല, അടിക്കാത്ത ഓടുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ 2 കൂട്ടം അടിക്കും ഇതിമ്മ വെച്ചിട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇനി ടൈം ഒരുപാട് അയക്കണം. കാരണം വീട്ടുകാരനെ പോകാനുണ്ട് ഗൾഫിലോട്ട്. അപ്പോൾ ആ ടൈമിൽ ഇപ്പോൾ ഓട് പണി പെട്ടെന്ന് കഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്ത് നമ്മൾ തന്നെ പെയിൻറ്റ് അങ്ങ് അടിച്ച് ടച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏകദേശം പെയിൻറ്റ് അടിച്ചതാ. അപ്പോൾ ഏകദേശം പെയിൻറ്റിങ് അടിയത്തെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് ഇനി മേലെ മൂലോട് പെയിൻറ്റ് അടിക്കാണ്ട്. അപ്പോൾ അത് കീഴിലാണ്. കാരണം അന്ന് പെയിൻറ്റ് അടിക്കാൻ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്യാമറ സൈഡിൽ വെച്ചിട്ട് ഞാൻ തന്നെ എന്നിട്ട് പെയിൻ്റ് അടിക്കുക, ആ വീഡിയോ നമ്മൾ തന്നെ എടുക്കുക, ആ സിസ്റ്റമാണ്. അപ്പോൾ അതാ എന്നെ ഇറങ്ങി വരികയാണ്. അങ്ങനെ ഏകദേശം ഇതാ നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള അടിപൊളി വ്യൂസാണ് ഇത് കാണുന്നത്. കാരണം പാത്തി ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടെ നടന്നു പോകാനും വീഡിയോ എടുക്കാനെല്ലാം. മറ്റേ സാധാരണ നമുക്ക് പാത്തിയൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ വല്ലാതെ വലിയ ബുദ്ധിമുട്ടാണ്. ഏകദേശം ഇതാ എല്ലാം അടിയിലും മേലെയൊക്കെ ആയിട്ട് നമ്മളെ ഓടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താ ഓടിൻ്റെ രണ്ടാമത്തെ കൂട്ട് അടിച്ചപ്പോഴുള്ള വ്യൂ ആണിത്. അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ പഴയതേതാ പുതിയതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള പെയിൻ്റായി. ഇപ്പോൾ അടിപൊളിയായി. ഇനി അതിലൊന്നും നോക്കാനില്ല. ഇനി വർഷങ്ങളോളം ഈ കെടുത്തം കിടക്കും. ഇനി അതിൻ്റെ മേൽക്കാരും കയറി പോകാനൊന്നുമില്ല. അതുകൊണ്ട് ഈ കെടുത്തം കിടക്കും. ഒരു ലീക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ എല്ലാ സൈഡും ഇതാ വീട്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ്. നമ്മൾ ഓടിട്ടത് വീട്ടിൻ്റെ അടുത്തൊന്നും കാണില്ല, അടുത്ത പറമ്പ് പോയിട്ട് നമ്മൾ ഓടിട്ടതൊക്കെ കാണുള്ളൂ. അതാണ് ഇവിടുത്തെ വിഷയം. അങ്ങനെ കുഴപ്പമില്ല. ഏതായാലും നമ്മൾ ഓട് പണിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പുതിയ വീഡിയോയുമായിട്ട് വെറൈറ്റി വീഡിയോയുമായിട്ട് വരാം. ഇത് കുറച്ച് ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും കാണുക. പിന്നെന്താ വെച്ചാൽ നമ്മൾ വീഡിയോസിനെ ലൈക്ക് ചെയ്യാണ്ട് ലൈക്ക് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയുമായി വരാം. ഓക്കെ, ബൈ.